മുലപ്പാൽ പോലും ലഭിക്കാതെ കരഞ്ഞ് തളർന്നു മരിക്കുന്ന കുഞ്ഞുങ്ങൾ, കൊടും പട്ടിണി കൊണ്ട് മുലപ്പാൽ വറ്റിപ്പോയ അമ്മമാർ, സ്വന്തം കുഞ്ഞുങ്ങളുടേതടക്കമുള്ള പ്രിയപ്പെട്ടവരുടെ ദാരുണ മരണം മുന്നിൽ കണ്ട് നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്നവർ. ഇതിനേക്കാൾ ഭീകരമായ എന്തവസ്ഥയാണ് ഒരു മനുഷ്യജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക? ലോക മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകളായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഗസയിൽ നിന്നും വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിറന്നു വീണ കുഞ്ഞുപോലും കണ്ണിൽ നിന്ന് ചോരയൊഴുക്കി കരയുമ്പോൾ നിസ്സഹായരായി അവരെ നോക്കി വിലപിക്കുകയാണ് ലോകം. തുടർച്ചയായ വംശഹത്യയിലൂടെയും ഉപരോധത്തിലൂടെയും പലസ്തീനിലെ കുഞ്ഞുങ്ങളുടേതടക്കം ജീവിതങ്ങൾ നരകതുല്യമാവുകയാണ്. മെയ് 12 പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഗസയിലെ 4 ലക്ഷത്തിലധികം ആളുകൾ കടുത്ത പട്ടിണി അനുഭവിക്കുകയും മുഴുവൻ ജനങ്ങളും ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലുമാണ്. കൂടാതെ 71,000-ലധികം കുട്ടികൾക്കും 17,000-ലധികം അമ്മമാർക്കും കടുത്ത പോഷകക്കുറവിന് അടിയന്തര ചികിത്സ ആവശ്യമാണ്. ദിനംപ്രതി വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജീവന് വേണ്ടി പിടയുന്ന മനുഷ്യരുടെ നിസ്സഹായത ചൂഷണം ചെയ്യുകയാണ് ഇസ്രയേൽ. ദീർഘകാലമായി രാജ്യങ്ങൾ തമ്മിൽ തുടരുന്ന സംഘർഷം, സഹായങ്ങളുടെ അഭാവം, തകർന്ന റോഡുകൾ, ആശുപത്രികൾ ഇവയെല്ലാം ഗസയിലെ സ്ഥിതി രൂക്ഷമാകാനുള്ള കാരണമാണ്. നിലവിൽ അവസ്ഥ കൂടുതൽ അനിയന്ത്രിതമാകുമ്പോൾ ഭക്ഷണം ഒരു വിദൂര സ്വപ്നമാവുകയാണ് പല കുടുംബങ്ങൾക്കും. ഗസയിൽ പട്ടിണി മൂലം 14,000 കുട്ടികൾ മരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് യാഥാർത്ഥ്യമാവുകയാണെന്ന് കഴിഞ്ഞയാഴ്ച പുറത്തുവന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഗസയിൽ പട്ടിണി മൂലം 2 ദിവസത്തിനകം 29 കുട്ടികൾ മരണപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യമന്ത്രി മജീദ് അബു റമദാൻ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ഗസയിലെ 38 ആശുപത്രികളിൽ 8-9 എണ്ണം മാത്രമാണ് പ്രവർത്തന സജ്ജമായുള്ളത്. ഇസ്രായേലിന്റെ കടുത്ത ഉപരോധം മൂലം 90%-ലധികം മെഡിക്കൽ സ്റ്റോക്കുകളും തീർന്നതായും ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണെന്നും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഗസ മുനമ്പിലെ ഭക്ഷ്യക്ഷാമം അപകടകരമാം വിധം രൂക്ഷമാണ്. ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ പ്രകാരം ഗസയിൽ 5-ൽ ഒരാൾ പട്ടിണിയിലാണ്. ജനുവരി 19 മുതൽ മാർച്ച് 19 വരെയുള്ള വെടിനിർത്തലിന് മുൻപ് തന്നെ ഗസ പട്ടിണിക്ക് സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര സംഘടനകളുടെയും NGO-കളുടെയും ആവശ്യപ്രകാരം സഹായം എത്തിക്കുന്നതിന് വെടിനിർത്താൻ ഇസ്രായേൽ സമ്മതിച്ചു. ഈ സമയത്ത് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാൻ സാധിച്ചത് ഗുണം ചെയ്തിരുന്നു. പക്ഷേ ഈ സഹായങ്ങൾ അധികകാലം തുടരാൻ ഇസ്രായേൽ അനുവദിച്ചില്ല. മാർച്ച് 2-ന് വെടിനിർത്തൽ അവസാനിപ്പിച്ചതോടെ ഗസയിലേക്ക് എത്തുന്ന സഹായങ്ങളുടെ അളവ് കുറഞ്ഞു. ഏകദേശം 11 ആഴ്ചയോളം സഹായങ്ങളൊന്നും എത്താത്തത് ഗസയെ ഗുരുതരമായ ഭക്ഷ്യക്ഷാമത്തിലേക്ക് നയിച്ചു. നിലവിൽ ഗസയിലെ ആളുകൾക്ക് ഈ സാഹചര്യത്തെ അതിജീവിക്കുന്നതിന് കുറഞ്ഞത് 500 മുതൽ 600 ഭക്ഷ്യ ട്രക്കുകളെങ്കിലും ആവശ്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്ര ട്രക്കുകൾക്ക് ഗസയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്.